കലോത്സവ വേദികളെക്കുറിച്ചും അവിടെ നടക്കുന്ന മത്സരങ്ങളെക്കുറിച്ചും പ്രതിഭകളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ വേദി ഒരുക്കിയിട്ടുള്ള സ്കൂളുകളെക്കുറിച്ചും ഒക്കെ പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വേദിയായ 18ഉം 17ഉമുള്ള സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂള്. ഈ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം ഇവിടുത്തെ ഒരു കോർഡിനേഷൻ എത്രത്തോളം മികച്ചതാണെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ പരിസരവും കെട്ടിടവും ഓരോ വേദിയും എത്ര നന്നായിട്ടാണ് ഈ സ്കൂൾ അധികൃതരും കുട്ടികളും ചേർന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. അതിൽ ഏറ്റവും വലിയ കയ്യടി കൊടുക്കേണ്ടത് ഇവിടുത്തെ ഈ റെഡ് ക്രോസ് യൂണിറ്റിന് തന്നെയാണ്. നേരം വെളുക്കുമ്പോ തൊട്ട് ഇരുട്ടുന്നത് വരെയും ഈ കുട്ടികളുടെ സേവനം ഇവിടെ റെഡിയാണ്. ഇവര് സെക്ഷനായിട്ട് തിരിഞ്ഞ് ഷിഫ്റ്റ് അനുസരിച്ചിട്ടാണ് ഇവിടെ വന്ന് ഡ്യൂട്ടി ചെയ്ത് ഇവിടെ എത്തുന്ന ഓരോ പേരൻസിനും ഓരോ കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും എല്ലാ സഹായത്തിനും എന്തിനും ഏതിനും ഈ റെഡ് ക്രോസ് സംഘത്തിനെ സമീപിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങൾ കൂടി ഒന്ന് അറിയാം. അവരിലേക്ക് പോവുകയാണ്. അവളുടെ പേരെന്താ? നന്ദ, ജൂബി, ഏഞ്ചൽ, ശിവനന്ദ, നാസിക, ദേവിക, ആദിത്യ, എലിസബത്ത്, ആർച്ച, സൂരിമ, ലിനി, നയന. അപ്പം ഇവർ ഇത്രയും പേരല്ല, ഇവിടെ ഇപ്പോൾ ഈ സെക്ഷനിലെ ഡ്യൂട്ടിയിലുള്ള കുട്ടികൾ മാത്രമാണുള്ളത്. ഒരുപാട് കുട്ടികളുള്ള വലിയൊരു യൂണിറ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഈ യൂണിറ്റിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ പേരെന്താണ്? ടീച്ചർ എത്ര വർഷമായിട്ട് ഇവിടുത്തെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ കോർഡിനേറ്റർ ആയിട്ട്? ഒരു 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ട് വന്നിട്ട്. ഇതിന്റെ ഒരു പ്രവർത്തനവും അതിന്റെ ഈ കുട്ടികളുടെ ഒരു ചിട്ടയും രീതിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അവര് എല്ലാ കാര്യങ്ങളിലും നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇവര് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് അവരെ ഏറ്റവും കൂടുതൽ നമ്മൾ സർവീസ് ചെയ്യിപ്പിക്കുക. ആ ഒരു സർവീസ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുക, അതാണ് അവരുടെ. തീർച്ചയായിട്ടും. അപ്പം ഈ സ്കൂളിലെ മറ്റ് ടീച്ചേഴ്സും സിസ്റ്ററും ഒക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പം സിസ്റ്ററെ, സ്റ്റേറ്റ് കലോത്സവമാണ് വരുന്നത്. വലിയ വേദി, വലിയ കോർഡിനേഷൻ വേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. ഈ കുട്ടികളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്? കുട്ടികൾ നന്നായിട്ട് മാനേജ് ചെയ്യുന്നു. അവരോടൊരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി, അവർ അതിന്റെ മാക്സിമം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് അവരെ പറ്റി ഭയങ്കര അഭിമാനവുമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി ഒരു ജൂനിയർ റെഡ് ക്രോസുകാരാണെങ്കിൽ പോലും അവർ ചെയ്യുന്നത് അവരെക്കാളും പ്രായത്തിലും പക്വതയിലും കൂടിയ ജോലികൾ അവർ ചെയ്യുന്നു. ഇപ്പം ഇന്നലെ തന്നെ അവർ കട്ടം വലിക്കാൻ വരെ ഈ കുഞ്ഞുങ്ങൾ പോയി അവരുടെ കൈ പൊട്ടിയതായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ അവരുടെ അത്രയുള്ള അവർക്ക് എന്ത് പറഞ്ഞാലും ചെയ്യാനുള്ള അവരുടെ ഒരു മനോഭാവവും ഒരു ത്യാഗതയും ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷവും ബഹുമാനവും അവരോടൊരു ആത്മാർത്ഥതയും തോന്നും. അതിനായിട്ട് അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊതുവെ ഇത്തരത്തിൽ ഈ റെഡ് ക്രോസ് പോലുള്ള സന്നദ്ധ സംഘടനയിലൊക്കെ അംഗമാകുമ്പോൾ പൊതുവെ പറയാറുണ്ട് ഈ ഗ്രേസ് മാർക്കിന് വേണ്ടിയാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. ഇതിനപ്പുറം ഈ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു മനസ്സും ആത്മാർത്ഥതയും ഒക്കെ വേണം. അതെന്തായാലും ഇവിടുത്തെ കുട്ടികൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണത്. നമ്മൾ സമൂഹ മാധ്യമങ്ങളും മൊബൈലും ഒക്കെ അഡിക്റ്റ് ആയിരിക്കുമ്പോൾ ഫിസിക്കലി നമുക്ക് ഒരുപാട് ബാക്ക്വേർഡായി പോകുന്നുണ്ട് നമ്മൾ. അപ്പം നമ്മൾ ഈ പ്രകൃതിയായിട്ട് ഇണങ്ങിയും സമൂഹത്തിലിറങ്ങി മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കിയാൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് നമ്മളെ നന്നാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ കാലം കഴിഞ്ഞു പോകും. അപ്പം മറ്റുള്ള സമൂഹത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങാനും മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാനും അതിലൂടെ അവർക്ക് അവരുടെ സ്വയം പര്യാപ്തതയിൽ ഒരു ജീവിതം, അതായത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയൊരു മൂല്യം അതാണ്. നമ്മൾ കുറേ വിദ്യാഭ്യാസത്തിലൂടെ കുറേ മാർക്ക് വാങ്ങിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ വലിയ സ്ഥാനമാനങ്ങൾ എത്തുന്നത് ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള സ്വയാർജിത ശേഷിയാണ്. ഏതൊരു വെല്ലുവിളികളെയും ജീവിതത്തിൽ നേരിടാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടെങ്കിലേ അവർ ജീവിതത്തിൽ വിജയിക്കത്തുള്ളൂ. അപ്പം അതിന് ഇങ്ങനെയുള്ള സംരംഭങ്ങളാണ് ഏറ്റവും ഉചിതമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും. അപ്പം സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലെ ഈ കലോത്സവ വേദികളിലെ കോർഡിനേഷൻ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ഈ റെഡ് ക്രോസ് യൂണിറ്റിനും അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനും വലിയൊരു കൈയടി തന്നെ നൽകേണ്ടതുണ്ട്. ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ആര്യാർ ദേവൻ, ന്യൂസ് 18 കേരളം.